നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഏകീകൃത ഭൂവിനിയോഗ കോഡും ലാൻഡ് ബാങ്കും രൂപീകരിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ഭൂപതിവിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ച് ഉത്തരവായി. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28-ന് ഔപചാരികമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും അത്യാധുനിക കാലത്തെ സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയുമുള്ള ഭൂഭരണത്തിലൂടെയും ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന് ഏകീകൃത ഭൂവിനിയോഗ കോഡും സംസ്ഥാന ഭൂബാങ്കും രൂപീകരിച്ച് 75ാം പിറന്നാൾ സമ്മാനമായി സമർപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിൻ്റെ വിഷൻ 2031 സംസ്ഥാനതല റവന്യൂ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. സർക്കാർ ഉടമസ്ഥയിലുള്ളതും എന്നാൽ നിലവിൽ ഉപയോഗിക്കാത്തതുമായ ഭൂമി കണ്ടെത്തി ഒരു ഏകീകൃത സംവിധാനമായിരിക്കും സംസ്ഥാന ഭൂബാങ്ക് അഥവാ സ്റ്റേറ്റ് ലാൻഡ് ബാങ്ക്. കയ്യേറ്റം ഒഴിപ്പിച്ച് കണ്ടുകെട്ടുന്ന ഭൂമിയും അവകാശികളില്ലാത്തതോ നികുതി കുടിശ്ശികയുള്ളതോ ആയ ഭൂമിയും ഭൂമി വിട്ടൊഴിയൽ പ്രകാരം ലഭിക്കുന്ന ഭൂമി എന്നിവയെല്ലാം ഈ ഡിജിറ്റൽ ലാൻഡ് ബാങ്കിലേക്ക് സംയോജിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഭൂഭരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള 10ഓളം ഭൂനിയമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സമഗ്രമായ ഒരൊറ്റ നിയമസംഹിതയായാണ് ഏകീകൃത ഭൂവിനിയോഗ കോഡ് രൂപീകരിക്കുക. ഇത് കേവലം ഒരു നിയമപുസ്തകമായിരിക്കില്ലെന്നും സാങ്കേതിക വിദ്യകളാൽ ശാസ്ത്രീകരിക്കപ്പെട്ട തത്സമയം പ്രതികരിക്കുന്ന ഒരു ചലനാത്മക വ്യവസ്ഥയായിരിക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. നിയമപരമായ ഏകീകരണം, ഡിജിറ്റൽ ശാക്തീകരണം, സുസ്ഥിര വിനിയോഗം എന്നീ 3 ഘടകങ്ങളിൽ ഊന്നിയ ഈ ദീർഘവീക്ഷണം കേരളത്തെ സുസ്ഥിരവും നിക്ഷേപ സൗഹൃദപരവുമായ ഒരു നവയുഗത്തിലേക്ക് നയിക്കുമെന്നും മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. ഭൂഭരണത്തിൽ വിശ്വാസ്യത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പുവരുത്തുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കേരളം മുന്നേറുന്നത്. അതിനായി ശക്തമായ ഓൺലൈൻ സേവനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 2031ഓടെ കേരളത്തിലെ ലാൻഡ് റവന്യൂ വകുപ്പ് പൂർണ്ണമായും ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെട്ട പൗരന്മാർക്കും നൂതന സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയ ജീവനക്കാർക്കും സേവനം നൽകുന്ന ലോകോത്തര ഡിജിറ്റൽ ഭൂഭരണ മാതൃകയായി കേരളം മാറും. എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആവുകയും നടപടിക്രമങ്ങൾ യാന്ത്രികമാവുകയും ചെയ്യുന്നതോടെ ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരം കുറയുകയും അതുവഴി ജോലിഭാരം മാത്രമല്ല ഇടനിലക്കാരുടെയും അഴിമതിയുടെയും സാധ്യത പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 2031 ആവുമ്പോഴേക്കും ഭൂമി സംബന്ധമായി യാതൊരു തർക്കവുമില്ലാത്ത നാടായി കേരളം മാറും. 31-ന് ശേഷം റീസർവേ എന്ന നടപടി തന്നെ ആവശ്യമില്ലാത്ത സംസ്ഥാനമായും കേരളത്തെ മാറ്റും. ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ MLA പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം റവന്യൂ വകുപ്പിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു. MLA-മാരായ KK രാമചന്ദ്രൻ, MK അക്ബർ, ET ടൈസൺ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി A ഗീത സ്വാഗതവും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K മീര നന്ദിയും പറഞ്ഞു. സൗജന്യമായി ഭൂമി പതിച്ചു നൽകാനുള്ള വരുമാന പരിധി നിലവിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ജനങ്ങളുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെട്ടിട്ടുള്ളത്. 2013-ലാണ് വരുമാന പരിധി 1 ലക്ഷം രൂപയായി നിശ്ചയിച്ചത്. കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് 1 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നത് വളരെ കുറവായതിനാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകുവാൻ കഴിയുമായിരുന്നുള്ളൂ. 1 ലക്ഷം രൂപ പരിധി 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതോടെ 10,000-കണക്കിന് ഗുണഭോക്താക്കൾക്ക് വളരെ സഹായകരമാകും. സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ ഭൂമി പതിവിന് വരുമാന പരിധി ഒരു തടസ്സമായ സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയത്. പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വനത്തിന്റെ ആവാസ വ്യവസ്ഥ ഒരുക്കി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28-ന് ഔപചാരികമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവം ഒക്ടോബർ 25 മുതൽ 28 വരെ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.